ഹായ്, സജിത ഹിയർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ കാബൂളിവാല എന്ന പ്രശസ്തമായൊരു കഥയാണ്. റഹ്മത്ത് എന്നൊരു കാബൂളിവാലയും മിനി എന്നൊരു ബംഗാളി ബാലികയുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ കഥയാണ് ടാഗോർ ഇതിൽ പറയുന്നത്. ഇതിലെ മിനിയുടെ അച്ഛൻ നമ്മളോട് കഥ പറയുന്ന രീതിയിലാണ് ടാഗോർ ഇത് എഴുതിയിട്ടുള്ളത്. നമുക്ക് കഥയിലേക്ക് പോവാം. 5 വയസ്സ് പ്രായമുണ്ടായിരുന്ന എൻ്റെ മകൾ മിനി എപ്പോഴും എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും. അവൾക്കത് കൂടാതെ കഴിയുകയില്ല. അവളുടെ ആയുസ്സിൽ ഒരിക്കലും ഒരു നിമിഷമെങ്കിലും മൗനം ദീക്ഷിച്ചിട്ടില്ലെന്നതാണ് എൻ്റെ വിശ്വാസം. അവളുടെ അമ്മയ്ക്ക് അത് അശേഷം ഇഷ്ടമായിരുന്നില്ല. അവർ അവളെ പലപ്പോഴും താക്കീത് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കതിന് മനസ്സ് വന്നില്ല. മിനിയെ നിശബ്ദമായി കാണുന്നത് വളരെ അസാധാരണമായിരുന്നതുകൊണ്ട് അവൾ മിണ്ടാതിരിക്കുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അവളോട് സംസാരിക്കുന്നതെല്ലാം വളരെ ചൊടിയോടുകൂടിയായിരുന്നു. ഉദാഹരണമായി, ഞാനൊരു ദിവസം എൻ്റെ മുറിക്കകത്ത് തനിച്ചിരുന്നു. ഞാനെന്ന് എഴുതി വന്നിരുന്ന ഒരു നോവലിൻ്റെ 17ാമത്തെ അധ്യായം ബന്ധപ്പെട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മിനി ആരും കാണാതെ എൻ്റെ മുറിക്കകത്ത് പ്രവേശിച്ച് എൻ്റെ കൈ പിടിച്ച് എന്നോട് ഇപ്രകാരം ചോദിച്ചു. നമ്മുടെ പടികാവൽക്കാരനായ രാമദയാൽ കാക്ക എന്ന് പറയുന്നതിന് പകരം കാക എന്ന് പറയുന്നു. അയാൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഓ, ഈ വാക്കുകളുടെ ഉച്ചാരണത്തിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ആരംഭിച്ചപ്പോഴേക്കും അവൾ ബഹുധൃതിയായി മറ്റൊരു വിഷയത്തിലേക്ക് ചാടി അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. ബോല പറയാ, ആ ആകാശത്തിൽ മേഘങ്ങളുടെ ഇടയിൽ ഒരു ആനയുണ്ടെന്ന്. അതതിൻ്റെ തുമ്പിക്കൈയിൽ കൂടി വെള്ളം ഒഴിക്കുന്നതാണത്രേ മഴ. അത് ശരിയാണോ അച്ഛാ? ഈ ചോദ്യത്തിന് തക്കതായ ഒരു സമാധാനം പറയുവാൻ ഞാൻ ആലോചിക്കുന്നതിനിടയ്ക്ക് അവൾ വീണ്ടും മറ്റൊരു സംഗതിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. ആട്ടെ അച്ഛാ, അമ്മയും അച്ഛനും തമ്മിൽ എന്താ ചർച്ച എന്നായിരുന്നു അവളുടെ പിന്നത്തെ ചോദ്യം. എൻ്റെ പ്രിയപ്പെട്ട ചെറിയ സഹോദരി എന്ന് ഞാൻ തന്നെത്താൻ അറിയാതെ പതുക്കെ പറഞ്ഞുവെങ്കിലും ഗൗരവം നടിച്ച ഒരു വിധത്തിൽ, മിനി, നീ പോയി ബോലയോടുകൂടി കളിച്ചോളൂ, എനിക്ക് ജോലി തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അവളെ അകലെ മാറ്റി നിർത്തി. എൻ്റെ മുറിയുടെ ജനവാതിൽ വെട്ടുവഴിക്ക് നേരെ ആയിരുന്നു. മിനി എൻ്റെ മേശയ്ക്കെടുത്ത് ചുവട്ടിൽ എൻ്റെ കാലിന് സമീപം ഇരുന്നു. അവൾ അവളുടെ മുട്ടിന്മേൽ താളം പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് മന്ദമായി കളിച്ചിരുന്നു. ഞാൻ ബഹുജാഗ്രതയായി നോവലിൻ്റെ 17ാമത്തെ അധ്യായം എഴുതിക്കൊണ്ടിരുന്നു. കുശനിലെ നായകൻ പ്രതാപസിംഹൻ നായികയായ കാഞ്ചൻലതയെ വാരിയെടുത്ത് രണ്ടുപേരും കൂടി കൊട്ടാരത്തിൻ്റെ 3ാമത്തെ നിലയിൽ നിന്ന് ജനവാതിൽ കൂടി പുറത്തു ചാടുവാൻ നിൽക്കുന്ന ആ ഘട്ടമാണ് ഞാൻ എഴുതിയിരുന്നത്. പെട്ടെന്ന് മിനി അവളുടെ കളി നിർത്തി എഴുന്നേറ്റോടി ജനാലിക്കരികിലെത്തി. കാബൂളിവാലെ കാബൂളിവാലെ എന്ന് പറഞ്ഞ് പേടിച്ച് കരയുവാൻ തുടങ്ങി. പുറത്ത് ചുവട്ടിൽ വഴിയിൽ കൂടി ഒരു കാബൂളിവാല പതുക്കെ അയാളുടെ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. പൊടി പുരണ്ട് നന്നെ അയഞ്ഞൊരു ഉടുപ്പും വളരെ വലിയതായൊരു തലപ്പാവും അയാൾ ധരിച്ചിരുന്നു. അയാളുടെ തോളിലൊരു മാറാപ്പും കയ്യിൽ ഒരു പെട്ടിയിൽ കുറെ മുന്തിരിങ്ങയും ഉണ്ടായിരുന്നു. അയാളെ കണ്ടപ്പോൾ എൻ്റെ മകൾക്കുണ്ടായ വികാരങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് പറയുവാൻ എന്നാൽ സാധിക്കയില്ല. അവൾ അയാളെ എന്തായാലും ഉറക്കെ വിളിക്കുവാൻ തുടങ്ങി. അയാൾ വിളി കേട്ട് അകത്തു കയറി വരുമെന്നും എൻ്റെ നോവലിൻ്റെ 17ാമത്തെ അധ്യായം പൂർത്തിയാക്കുവാൻ സാധിക്കാതെ വരുമെന്നും ഞാൻ ഭയപ്പെട്ടു. ആ സമയത്ത് തന്നെ ആ ലാടൻ തിരിഞ്ഞു നിന്ന് മേൽപോട്ട് എൻ്റെ കുട്ടിയുടെ നേർക്ക് നോക്കി. അയാൾ തൻ്റെ നേർക്ക് തുറച്ചു നോക്കുന്നത് കണ്ടപ്പോൾ കുട്ടി വളരെ ഭയപ്പെട്ട് അമ്മയുടെ അടുക്കൽ ചെന്ന് രക്ഷ പ്രാപിക്കുന്നതിന് പരിഭ്രമിച്ച് ഓടിപ്പോയി. അയാളുടെ തോളിലുണ്ടായിരുന്ന വലിയ മാറാപ്പിൽ അവളെപ്പോലെയുള്ള 2-3 ചെറിയ കുട്ടികളെ പിടിച്ച് കെട്ടിവെച്ചിട്ടുണ്ടെന്നായിരുന്നു അവളുടെ വിശ്വാസം. ഇതിനിടയ്ക്ക് കാബൂളിവാല എൻ്റെ പടിക്കകത്ത് കടന്ന് ചിരിച്ചും കൊണ്ട് എന്നെ അഭിവാദ്യം ചെയ്തു. എൻ്റെ നോവലിലെ നായകനെ വല്ലാത്തൊരു അപകടസ്ഥിതിയിലായിരുന്നു ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിരുന്നതെങ്കിലും ആ ലാടനെ അവൾ വിളിച്ചു വരുത്തിയതുകൊണ്ട് അയാളോട് വല്ല സാമാനവും വാങ്ങിക്കളയാമെന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. അതുപ്രകാരം ഞാൻ അയാളോട് ചില ചില്ലറ സാമാനങ്ങൾ വാങ്ങി കാബൂൾ രാജ്യകാര്യങ്ങളെയും ഇംഗ്ലീഷ് ഗവൺമെൻറ്റിനെയും റഷ്യ ഗവൺമെൻറ്റിനെയും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറേ അതിർത്തി സ്ഥലങ്ങളിൽ അനുസരിച്ചു വരുന്ന നയത്തെയും കുറിച്ച് ഓരോന്ന് സംസാരിച്ചും കൊണ്ടിരുന്നു. എല്ലാം കഴിഞ്ഞ് പോകാറായപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ആട്ടെ, ആ ചെറിയ കുട്ടി എവിടെ സാർ? മിനിയുടെ പേടി തീർക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അവളെ പുറത്തേക്ക് വിളിച്ചു. അവൾ ഭയന്ന് എൻ്റെ കസേരയുടെ അടുക്കൽ ആ ലാടനെയും അവൻ്റെ ഭാണ്ഡത്തെയും സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിന്നതേയുള്ളൂ. അയാൾ കുട്ടിക്ക് അണ്ടിപ്പരിപ്പും കാരക്കയും നീട്ടിക്കാണിച്ചു.
എങ്കിലും അതുകൊണ്ട് അവളുടെ സംശയവും ഭയവും പൂർവാധികം വർദ്ധിച്ചു. അവളെൻ്റെ അടുക്കൽ അധികം ചേർന്ന് നിന്നതേയുള്ളൂ. മിനിയും ആ കാബൂളിവാലയും തമ്മിലുണ്ടായ ആദ്യത്തെ കൂടിക്കാഴ്ച ഇങ്ങനെ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതിലിനടുത്ത് മിനി തനിച്ചിരുന്ന് അവളുടെ കാൽക്കൽ നിലത്തിരിക്കുന്ന ആ വലിയ കാബൂളിവാലയോട് പലതും രസമായി സംസാരിക്കുന്നതും ഇടയ്ക്ക് ചിരിക്കുന്നതും കണ്ട് ഞാൻ സ്തംഭിച്ചു നിന്നുപോയി. ആ കുട്ടിയുടെ ഓരോ വാക്കുകളും അയാൾ അത്യന്തം ശ്രദ്ധയോടും ക്ഷമയോടും കൂടി കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ അച്ഛനെ കൂടാതെ ഇത്ര നല്ലൊരു ശ്രോതാവിനെ അവൾ അവളുടെ ജീവകാലത്ത് ഒരിക്കലെങ്കിലും കണ്ടിട്ടില്ല. അവളുടെ ഡ്രസ്സിൻ്റെ മടിക്കുത്തിൽ നിറച്ച് അവളുടെ അതിഥി സമ്മാനിച്ചതായ അണ്ടിപ്പരിപ്പും കാരക്കയും ഉണ്ടായിരുന്നു. എന്തിനാണതെല്ലാം അവൾക്ക് കൊടുത്തത് എന്ന് ഞാൻ അയാളോട് ചോദിക്കുകയും കുപ്പായ കീശയിൽ നിന്ന് ഒരു 8 നാണ്യമെടുത്ത് അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. അയാൾ യാതൊരു ഭാവഭേദവും കൂടാതെ അത് സ്വീകരിച്ചു. കഷ്ടിച്ച് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ആ 8 അതിൻ്റെ ഇരട്ടി വിലയുള്ള ലഹള ഉണ്ടാക്കിയതായി എനിക്ക് അനുഭവപ്പെട്ടു. ആ ലാടൻ ആ 8 മിനിക്ക് തന്നെ സമ്മാനിച്ചു. മിനിയുടെ അമ്മ അവളുടെ കയ്യിൽ അത് കണ്ടെത്തി. നിനക്ക് ആ 8 എവിടെ നിന്ന് കിട്ടി എന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു. എനിക്ക് ആ കാബൂളിവാല തന്നതാണ് എന്ന് മിനി സന്തോഷത്തോടു കൂടി മറുപടി പറഞ്ഞു. കാബൂളിവാലയോ എന്ന അമ്മ കോപവും അത്ഭുതവും സഹിക്കവയ്യാതെ വീണ്ടും ചോദിച്ചു. എൻ്റെ മിനി, നീ അത് അയാളോട് എന്തിനു വാങ്ങി? ഇത്ര ആയപ്പോഴേക്കും ഞാൻ കയറി ചെന്നു. അത് കാരണം പിന്നീടുണ്ടായേക്കാമായിരുന്ന അപകടത്തിൽ നിന്ന് എൻ്റെ മകൾക്ക് രക്ഷ കിട്ടി. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് സ്വന്തമായി അന്വേഷണങ്ങൾ നടത്തി. മിനിയും ലാടനും തമ്മിൽ സംസാരിച്ചത് അന്ന് 1-മത്തെയോ 2-മത്തെയോ തവണയല്ലെന്നും ഞാൻ മനസ്സിലാക്കി. ആദ്യം മിനിക്കുണ്ടായിരുന്ന പേടിയെല്ലാം സൂത്രത്തിൽ കുറെ അണ്ടിപ്പരിപ്പും കാരക്കയും കൊടുത്ത് ആ ലാടൻ ഇല്ലാതാക്കി. അതിൽ പിന്നെ അവർ രണ്ടുപേരും വലിയ ചങ്ങാതിമാരായി തീർന്നു. അവർ അന്യോന്യം വളരെ വെടി പറഞ്ഞ് രസിക്കാറുണ്ട്. അയാളുടെ മുന്നിലിരുന്ന് അയാളുടെ ആ നീണ്ടു നിവർന്ന ശരീരത്തെ ഒരു ചെറിയ കുട്ടിക്ക് ചേർന്ന ഗൗരവത്തോടു കൂടി സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മിനി വളരെ സന്തോഷിച്ച് ചിരിച്ചു. അവളുടെ മുഖം ചുമക്കുകയും അവൾ ഇടയ്ക്കിടയ്ക്ക് ആട്ടെ, നിങ്ങളുടെ ഭാണ്ഡത്തിൽ എന്താണുള്ളത് എന്ന് ആ കാബൂളിവാലയോട് ചോദിക്കുകയും ചെയ്യാറുണ്ട്. ഒരു മലമ്പ്രദേശത്തുകാരനായ അയാൾ തനിക്ക് സ്വതേ ഉള്ള ഉച്ചാരണ വിശേഷത്തോടുകൂടി ഒരാന എന്ന് മറുപടി പറയാറുമുണ്ട്. അതിൽ വലിയ നേരം പോക്കിന് വഴിയില്ലെങ്കിലും അവർ രണ്ടുപേരും ആ ഫലിതത്തിലെ രസത്തെ ധാരാളം അനുഭവിക്കാറുണ്ട്. പ്രായാധിക്യമുള്ള ഒരാളോട് ഈ കുട്ടി സംസാരിക്കുന്നത് അസാധാരണമായ വിധത്തിൽ രസജനകമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നേരമ്പോക്ക് പറയുന്ന കാര്യത്തിൽ താൻ കുട്ടിയേക്കാൾ ഒട്ടും പിന്നിലാകരുതെന്ന് വിചാരിച്ച് ആ ലാടനും ചിലതെല്ലാം ഇപ്രകാരം പറയും. ആട്ടെ കുട്ടി, നീ എന്നാണ് നിന്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? ബംഗാളിലെ കന്യകമാരെല്ലാം ചെറുപ്പത്തിൽ തന്നെ ഭർത്താവിൻ്റെ പിതൃഗൃഹത്തെക്കുറിച്ച് ധാരാളം കേട്ടിരിക്കും. പക്ഷെ ഞങ്ങൾ പുതിയ കുറേ സമ്പ്രദായക്കാരായതുകൊണ്ട് ആ വക വർത്തമാനങ്ങളെല്ലാം ഞങ്ങളുടെ കുട്ടിയിൽ നിന്നും മറച്ചു വച്ചിരുന്നു. അതുകൊണ്ട് കാബൂളിവാലയുടെ മേൽപ്പറഞ്ഞ ചോദ്യം കേട്ടപ്പോൾ കാര്യം മനസ്സിലാവാതെ മിനി കുറെ പരിഭ്രമിച്ചിട്ടുണ്ടായിരിക്കണം. എങ്കിലും അവളതൊന്നും പുറത്തു കാണിക്കാതെ ബഹുസാമർഥ്യത്തോടുകൂടി നിങ്ങൾ അവിടേക്കാണോ പോകുന്നത് എന്ന് നിസ്സംശയം മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. കാബൂളിവാലയുടെ വർഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ ഭർത്താവിൻ്റെ പിതൃഗൃഹം എന്ന വാക്കിന് എല്ലാവർക്കും അറിയാവുന്നതായി 2 അർത്ഥമുണ്ടായിരുന്നു. സാധാരണ ജയിൽ എന്ന് പറയുന്നതിന് പകരം ഈ പദം ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ യാതൊരു ചിലവും കൂടാതെ നമ്മുടെ കാര്യങ്ങൾ എല്ലാം മറ്റുള്ളവരാൽ അന്വേഷിക്കപ്പെടുന്ന സ്ഥലമാണല്ലോ ജയിൽ. ഈ അർത്ഥത്തിലാണ് ദീർഘകായനായ ആ കാബൂളിവാല മിനിയുടെ ചോദ്യത്തെ ധരിച്ചത്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനെ അടിച്ചു വീഴ്ത്തും എന്ന് തൻ്റെ വലിയ മുഷ്ടികൾ ചുരുട്ടി സങ്കല്പനിർമ്മിതനായ ഒരു പോലീസുകാരൻ്റെ നേർക്ക് തലയും കുലുക്കിക്കൊണ്ട് അയാൾ മിനിയോട് സമാധാനം പറയും. അത് കേൾക്കുമ്പോൾ സാധുവും നിസ്സഹായനുമായ ആ ഭർത്താവിൻ്റെ പിതാവിനെക്കുറിച്ച് ഓർത്ത് സഹതാപം തോന്നി മിനി ഉറക്കെ ചിരിക്കുവാൻ തുടങ്ങും. അവളുടെ സ്നേഹിതനായ കാബൂളിവാലയും കൂടെ ഉറക്കെ ചിരിക്കും. ശരൽക്കാലമായിരുന്നു. ഈ കാലത്താണ് പുരാതന കാലങ്ങളിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടിരുന്നത്. കൽക്കട്ടയിലെ ഒരു മൂലയിലുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങാറില്ലെങ്കിലും ലോകം മുഴുവൻ യഥേഷ്ടം സഞ്ചരിക്കുന്നതിന് ഞാൻ എൻ്റെ മനസ്സിനെ അനുവദിക്കാറുണ്ട്. പുതുതായി വല്ല രാജ്യത്തിൻ്റെയും പേരുകേട്ടാൽ എൻ്റെ മനസ്സ് ഉടനെ അവിടെ ചെല്ലും. വിദേശീയനായ വല്ലവനെയും വഴുക്കി വെച്ച് കണ്ടാൽ അവൻ്റെ സ്വരാജ്യത്തിലുള്ള പർവ്വതങ്ങൾ, തുറകൾ, കാടുകൾ, നദികൾ ഇവയെക്കുറിച്ചും അവയുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അവരുടെ ഭവനത്തെക്കുറിച്ചും അവിടെ ദൂരത്തുള്ള മലകളിലെ സ്വതന്ത്ര ജീവിതത്തെക്കുറിച്ചും എൻ്റെ മനസ്സ് പല വിധത്തിൽ ആലോചിച്ച് സ്വപ്നം കണ്ടു തുടങ്ങും. സസ്യങ്ങളെപ്പോലെ അചേതനമായൊരു ജീവിതം ഞാൻ നയിച്ചു പോകുന്നതുകൊണ്ടായിരിക്കാം
ദേശസഞ്ചാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇടിമിന്നൽ പോലെ ഒരാളലുണ്ടാവുന്നത്. അന്യരാജ്യ സഞ്ചാരത്തിൽ കാണാവുന്ന കാഴ്ചകളും ഉണ്ടാകാവുന്ന അനുഭവങ്ങളും തുടരെ തുടരെ എൻ്റെ മനോമുകുരങ്ങളിൽ പ്രതിഫലിച്ചു കാണുന്നതിനുള്ള കാരണവും അതുതന്നെയായിരിക്കും. ഈ കാബൂളിവാലയുടെ സാന്നിധ്യത്തിൽ എൻ്റെ മനസ്സ് പെട്ടെന്ന് അയാളുടെ സ്വരാജ്യത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. വരണ്ട പർവ്വത കൊടിമുടികളും അവയ്ക്ക് ചുറ്റുമുള്ള ഇടുങ്ങിയ തുറകളും മറ്റും ക്ഷണത്തിൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കണ്ടു. പല വഴിക്കുമായി പോകുന്ന കച്ചവടക്കാരുടെ ഭാരം വഹിക്കുന്ന ഒട്ടകങ്ങളെയും വലിയ തലപ്പാവുകൾ ധരിച്ച് പഴയ തരത്തിലുള്ള പല ആയുധങ്ങളും എടുത്ത് മലമ്പ്രദേശത്ത് നിന്ന് മൈതാന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന കച്ചവടക്കാരെയും ഞാൻ എൻ്റെ മനോരാജ്യത്തിൽ കണ്ടു. അവിടെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് മറ്റു ചിലതും കൂടി നോക്കിക്കാണുന്ന അവസരത്തിൽ മിനിയുടെ അമ്മ വന്ന് എന്നെ തടഞ്ഞു. ആ മനുഷ്യനെ സൂക്ഷിക്കണേ എന്ന് എന്നോട് അപേക്ഷിച്ചതായി എനിക്ക് തോന്നി. മിനിയുടെ അമ്മ വളരെ ഭീരുവായൊരു സ്ത്രീയാണ്. വഴിയിൽ നിന്ന് വല്ല ശബ്ദവും കേൾക്കുകയോ വീട്ടിലേക്ക് വല്ലവരും കയറി വരികയോ ചെയ്താൽ അവരെല്ലാം കള്ളന്മാരോ കുടിയന്മാരോ പാമ്പുകളോ പുലികളോ പാറ്റകളോ പുഴുക്കളോ ഇംഗ്ലീഷ് കപ്പൽക്കാരോ ആണെന്ന് അവൾ ആ ക്ഷണത്തിൽ തീരുമാനിച്ചു കഴിയും. ഈ കാലത്തെ എല്ലാം പരിചയമുണ്ടായിട്ടും അവളുടെ ഈ ഭയവും ഭീരുത്വവും ഇതുവരെ തീർന്നിട്ടില്ല. അതുകൊണ്ട് അവൾക്ക് കാബൂളിവാലയെക്കുറിച്ച് വളരെ സംശയമുണ്ടായിരുന്നു. അയാളെ സൂക്ഷിക്കണമെന്ന് എന്നോട് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ഞാനത് കേൾക്കുമ്പോൾ ചിരിച്ച് അവളെ കളിയാക്കി ധൈര്യപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അപ്പോൾ അവൾ തിരിഞ്ഞു നിന്ന് എന്നോട് ഗൗരവമുള്ള പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. കുട്ടികൾ ഇതുവരെ ആരും ബലമായി പിടിച്ചുകൊണ്ട് പോയിട്ടില്ലേ? കാബൂൾ രാജ്യത്ത് അടിമ വ്യാപാരം ഉണ്ടായിരുന്നെന്ന് പറയുന്നത് നേരല്ലേ? ഉഗ്രക്കായനായി ഈ മനുഷ്യന് ഒരു ചെറിയ കുട്ടിയെ പിടിച്ചുകൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത് അസംബന്ധമാണോ? അത് അസാധ്യമല്ലെങ്കിലും അസംഭവ്യമാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അവൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല. അവളുടെ ഭയം വർദ്ധിച്ചതേയുള്ളൂ. എങ്കിലും അതൊരു അടിസ്ഥാനവും വ്യവസ്ഥയുമില്ലാത്ത ഭയമായിരുന്നതുകൊണ്ട് ആ ചില്ലറ കച്ചവടക്കാരനായ കാബൂളിവാലയോട് ഞങ്ങളുടെ വീട്ടിൽ കടക്കരുതെന്ന് പറയുന്നത് അനുചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. തന്നിമിത്തം കുട്ടിയും അയാളുമായുള്ള സ്നേഹം നിർവിഘ്നം വർദ്ധിച്ചു വന്നു. കൊല്ലത്തിലൊരിക്കൽ കാബൂളിവാല സ്വരാജ്യത്തേക്ക് മടങ്ങിപ്പോകും. അക്കാലത്ത് അയാൾക്ക് ജോലി തിരക്കാണ്. തനിക്ക് പിരിഞ്ഞു കിട്ടുവാനുള്ളതെല്ലാം വീടുകൾ തോറും നടന്ന് പിരിച്ചെടുക്കുന്ന ധൃതിയാണ്. ഇക്കൊല്ലത്തിൽ ആ വക ധൃതികളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് മിനിയെ വന്ന് കാണുന്നതിന് അയാൾക്ക് സമയമില്ലാതിരുന്നിട്ടില്ല. മിനിയും അയാളും തമ്മിൽ എന്തോ ഒരു കാര്യം ആലോചിച്ചു വരുന്നുണ്ടെന്ന് കാണുന്നവർക്കൊക്കെ തോന്നി. എന്തുകൊണ്ടെന്നാൽ രാവിലെ വരുവാൻ സാധിച്ചില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും അയാൾ എത്താതിരിക്കില്ല. വീട്ടിൽ വല്ല മുക്കിലും മൂലയിലും വെച്ച് മലിനവസ്ത്രധാരിയും ദീർഘകായനും വളരെ പ്രാകൃത വേഷക്കാരനുമായ ആ ലാടനെ പെട്ടെന്ന് കണ്ടുമുട്ടിയാൽ എനിക്ക് തന്നെ പലപ്പോഴും ഒരു സങ്കോചം തോന്നാറുണ്ട്. എങ്കിലും മിനി യാതൊരു പരിഭ്രമവും കൂടാതെ ആ കാബൂളിവാല കാബൂളിവാല എന്ന് ഉറക്കെ വിളിച്ച് പുഞ്ചിരിയും തൂക്കിക്കൊണ്ട് അയാളുടെ അടുക്കൽ ഓടിയെത്താറുണ്ട്. പ്രായത്തിൽ ഇത്ര വളരെ വ്യത്യാസമുണ്ടായിരുന്ന അവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയാൽ ബഹുരസമായി ചിരിച്ചും വെടി പറഞ്ഞും അന്യോന്യം രസിക്കാതിരിക്കുകയുമില്ല. അതെനിക്ക് നല്ല തീർച്ചയാണ്. അയാൾ മടങ്ങിപ്പോവാൻ നിശ്ചയിച്ചിരുന്ന കുറച്ചു ദിവസം മുൻപ് ഒരു ദിവസം രാവിലെ ഞാൻ മുറിയിലിരുന്ന് എൻ്റെ നോവലിൻ്റെ അച്ചടിച്ച പ്രൂഫുകൾ പരിശോധിക്കുകയായിരുന്നു. കാലം നല്ല തണുപ്പുള്ളതായിരുന്നു. വാതിലിൽ കൂടി സൂര്യരശ്മി അകത്ത് പ്രവേശിച്ച് എൻ്റെ പാദങ്ങളെ സ്പർശിച്ചു. സമയം 8 മണിയായിരുന്നു. ചില്ലറ കച്ചവടക്കാർ, നടന്ന് കച്ചവടം ചെയ്യുന്നവർ, ചിലർ സ്വസ്ഥാനങ്ങളിലേക്ക് തലനിറയെ സാമാനങ്ങളുമായി മടങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ വഴിയിൽ നിന്നൊരു ബഹളം കേട്ടു. പുറത്തേക്ക് നോക്കിയപ്പോൾ മിനിയുടെ കാബൂളിവാലയെ 2 പോലീസുകാർ കൂടി വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നതും ജിജ്ഞാസുക്കളായ ഒരു കൂട്ടം കുട്ടികൾ പിന്നാലെ കൂടിയിരിക്കുന്നതുമാണ് ഞാൻ കണ്ടത്. കാബൂളിവാലയുടെ വസ്ത്രങ്ങളിലെല്ലാം രക്തം പുരണ്ടിരുന്നു. പോലീസുകാരിൽ ഒരാളുടെ കയ്യിൽ ഒരു വലിയ കത്തിയും ഉണ്ടായിരുന്നു. ഞാൻ അക്ഷമനായി പുറത്തു വന്ന് അവരെ തടഞ്ഞു നിർത്തി എന്താ കാര്യമെന്ന് അന്വേഷണം ചെയ്തു. കാബൂളിവാല ഒരാൾക്ക് രാമപുരി സാൽവ വിറ്റിരുന്നു എന്നും അതിൻ്റെ വില ചോദിച്ചപ്പോൾ അയാൾ സാൽവ തന്നെ വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞ് തമ്മിൽ ഘോരമായൊരു വാഗ്വാദം നടന്നു. അതിനിടയിൽ കാബൂളിവാല അയാളെ കുത്തി മുറിവേൽപ്പിച്ചു എന്നും ഞാൻ അവരോടും ഇവരോടുമൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. തൻ്റെ പരിഭ്രമവും കോപവും ശമിക്കാതെ പോകുന്ന ആ വഴിക്കെല്ലാം കാബൂളിവാല ആ ശത്രുവിനെ കലശലായി അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. പോകും വഴിക്ക് എൻ്റെ ഭവനത്തിൻ്റെ പുറത്ത് മിനി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അയാളെ കണ്ടപ്പോൾ പതിവ് പോലെ കാബൂളിവാല എന്ന് വിളിച്ചും കൊണ്ട് സന്തോഷത്തോടു കൂടി ഓടിയെത്തി. കാബൂളിവാലയ്ക്ക് അവളെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അയാളുടെ മുഖം തെളിഞ്ഞു. അന്ന് അയാളുടെ തോളത്ത് മാറാപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനകത്തുണ്ടെന്ന് പറയാറുള്ള ആനയെക്കുറിച്ച് സംസാരിക്കുവാൻ അപ്പോൾ അവൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അവൾ സാധാരണ ചോദിക്കാറുള്ള 2ാമത്തെ ചോദ്യം അയാളോട് ചോദിച്ചു.
നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ പിതൃഗൃഹത്തിലേക്ക് പോവുകയാണോ? അയാൾ ചിരിച്ചും കൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നതെന്ന് മറുപടി പറഞ്ഞു. തൻ്റെ മറുപടി മിനിക്ക് രസിച്ചിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഉടനെ വിലങ്ങിട്ട് മുറുക്കിയിരുന്ന തൻ്റെ കൈകൾ രണ്ടും അയാൾ ഉയർത്തിപ്പിടിച്ചു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വയസ്സനായ പിതാവിനെ അടിച്ചു വീഴ്ത്തുമായിരുന്നു. എന്തു ചെയ്യാം, എൻ്റെ കൈകൾ കെട്ടിയിരിക്കുന്നു എന്നയാൾ കൂടുതലായി പറഞ്ഞു. മരണം വരത്തക്ക വിധത്തിൽ കയ്യേറ്റം ചെയ്ത കുറ്റത്തിന് കാബൂളിവാലയെ കുറേ വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. കാലം അങ്ങനെ കഴിഞ്ഞുകൂടി. അയാളെപ്പറ്റി ആരും ഓർത്തതുമില്ല. പതിവുള്ള സ്ഥലത്ത് പതിവുള്ള ജോലികൾ ചെയ്ത് ഞങ്ങൾ ദിനം കഴിച്ചുകൂട്ടി. ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ വളരെ നിത്യനും ഇപ്പോൾ തടവിൽ കിടക്കുന്നവനുമായ ആ ലാടനെക്കുറിച്ച് ആരും ആലോചിച്ചതുമില്ല. അസ്ഥിരബുദ്ധിയായ എൻ്റെ മിനി കൂടി. എനിക്കത് പറയുവാൻ ലജ്ജയാകുന്നു. അവളുടെ പഴയ സ്നേഹിതനെ തീരെ മറന്നു. അവൾക്ക് പുതിയ ചങ്ങാതിമാർ ഉണ്ടായി. അവൾക്ക് പ്രായം അധികമാകുന്നതോടുകൂടി അവളുടെ ചങ്ങാതിമാർ അധികവും പെൺകുട്ടികളായി. അവരൊന്നിച്ച് അവളുടെ സമയം കഴിച്ചു. സമയം മുഴുവൻ കൂട്ടുകാർ ഒന്നിച്ച് വിരുന്ന് കഴിച്ചിരുന്നതുകൊണ്ട് അവൾക്ക് പണ്ടത്തെ പോലെ അവളുടെ അച്ഛൻ്റെ മുറിയിൽ കടന്നു വരുന്നതിന് പോലും സൗകര്യമുണ്ടായില്ല. ഞാൻ അവളോട് സംസാരിക്കുക തന്നെ പതിവില്ലാതായി. അങ്ങനെ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞു. ശരൽക്കാലമായിരുന്നു. മിനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്നു. നവരാത്രി കാലത്ത് കഴിക്കണമെന്നാണ് തീർച്ചപ്പെടുത്തിയിരുന്നത്. ദുർഗ കൈലാസത്തിലേക്ക് മടങ്ങിയെത്തുന്ന ആ കാലത്ത് ഞങ്ങളുടെ ഭവനത്തിലെ പ്രഭയുള്ള ദീപമായിരുന്ന മിനി അവളുടെ അച്ഛനെ ഇരുട്ടത്ത് വിട്ടുകൊണ്ട് അവളുടെ ഭർത്താവിൻ്റെ ഭവനത്തെ പ്രകാശമാനമാക്കി തീർക്കുന്നതിന് അങ്ങോട്ട് പോകുവാൻ നിശ്ചയിച്ചിരുന്നു. പ്രഭാതം തെളിഞ്ഞു പ്രകാശിച്ചു. മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് വായുമണ്ഡലത്തിന് ഒരു പ്രത്യേക പരിശുദ്ധത സിദ്ധിച്ചതുപോലെ കാണപ്പെട്ടു. പ്രഭാത സൂര്യൻ്റെ രശ്മികൾ തനി തങ്കം പോലെ പ്രകാശിച്ചു. ആ പ്രഭയിൽ യാതൊരു കൗതുകവും സാധാരണ തോന്നാത്ത കൽക്കട്ടയിലെ ഇടവഴികളിലുള്ള ഭവനങ്ങളുടെ ഇഷ്ടിക ചുമരുകൾ കൂടി വളരെ പരിശോഭിച്ചു. പ്രഭാതം മുതൽ വിവാഹവാദ്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഓരോ താളത്തിലും എൻ്റെ ഹൃദയം അധികം ഉച്ചത്തിൽ അടിച്ചുകൊണ്ടിരുന്നു. ഭൈരവീരാഗത്തിൻ്റെ ഒരു ആലാപം കേട്ടപ്പോൾ ആസന്നമായ വേർപാടിനെക്കുറിച്ച് ഓർത്തുള്ള എൻ്റെ പരിതാപം ദൃഢീകരിക്കുന്നതായി എനിക്ക് തോന്നി. എൻ്റെ മിനിയുടെ വിവാഹം അന്ന് രാത്രിയായിരുന്നു. പ്രഭാതം മുതൽ ഭവനത്തിൽ തിരക്കും ലഹളയും വർദ്ധിച്ചു. മുറ്റത്ത് മേക്കട്ടിയോട് കൂടിയ പന്തൽ കിട്ടുവാനുണ്ടായിരുന്നു. ഭിത്തികളിന്മേലെല്ലാം വാൾസെറ്റുകൾ തറയ്ക്കുവാനുണ്ടായിരുന്നു. ധൃതിക്കും പരിഭ്രമത്തിനും അവളുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മുറിക്കകത്തിരുന്ന ചില കണക്കുകൾ പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരാൾ മുറിയിൽ കടന്നു വന്ന് എനിക്ക് സലാം തന്നു. എൻ്റെ മുന്നിൽ വിനീതനായി നിന്നു. അത് ആ പഴയ കാബൂളിവാലയായിരുന്നു. എനിക്ക് ആദ്യത്തിൽ ആളെ മനസ്സിലായില്ല. അയാളുടെ തോളിൽ ഭാണ്ഡമുണ്ടായിരുന്നില്ല. അയാളുടെ മുടി നീണ്ടതായിരുന്നില്ല. അയാളുടെ ശരീരത്തിനുണ്ടായിരുന്ന പഴയ ഓജസ്സോ ശക്തിയോ ഇപ്പോൾ കണ്ടില്ല. അയാൾ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. താൻ എപ്പോൾ വന്നു എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. ഇന്നലെ വൈകുന്നേരം എന്നെ ജയിലിൽ നിന്ന് വിട്ടയച്ചു എന്നായിരുന്നു അയാളുടെ മറുപടി. ആ വാക്കുകൾ എൻ്റെ കാതുകളിൽ വല്ലാതെ തറച്ചു. തൻ്റെ സമഭാവിയെ മുറിവേൽപ്പിച്ചൊരു ക്രൂരനോട് താൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതോർത്തപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പരിഭവമുണ്ടായി. ഇന്നേ ദിവസം ഈ ആൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ ശുഭദിവസം ഇതിലും അധികം മംഗളകരമായിരുന്നു എന്നെനിക്ക് തോന്നി. ഇവിടെ ഇന്നൊരു മംഗള ദിവസമാണ്. പല ക്രിയകളും നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് കുറേ തിരക്കുണ്ട്. അടുത്ത് വേറൊരു ദിവസം വരരുതോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. ഉടനെ അയാൾ പോകുവാനായി ഭാവിച്ചു. പക്ഷേ വാതിൽക്കലെത്തിയപ്പോൾ അല്പം സംശയിച്ചു നിന്ന് പിന്നോക്കം തിരിഞ്ഞ് എന്നോട്, എനിക്ക് ആ ചെറിയ കുട്ടിയെ ഒന്ന് കണ്ടുകൂടെ സാർ, ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. മിനി എന്നും പണ്ടത്തെ മിനി തന്നെയാണെന്നായിരുന്നു അയാളുടെ വിശ്വാസം. കാബൂളിവാല എന്നും വിളിച്ചുകൊണ്ട് അവൾ പണ്ടത്തെ പോലെ അയാളുടെ അടുക്കൽ ഓടിയെത്തുമെന്ന് അയാൾ വിചാരിച്ചിരുന്നു. അയാൾ എങ്ങനെയോ തൻ്റെ ഒരു നാട്ടുകാരനോട് വാങ്ങിയതായ കുറച്ച് അണ്ടിപ്പരിപ്പും കാരക്കയും ഒരു കീറക്കടലാസിൽ പൊതിഞ്ഞ് കുട്ടിക്ക് കൊടുക്കുവാനായി സൂക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തുവിട്ട ഉടനെ അയാൾ ആദ്യമായി ചെയ്ത കാര്യം അതാണ്. തൻ്റെ സ്വന്തം വകയായി ഒരു പൈസ പോലും ഇല്ലാതിരുന്നതിനാൽ അയാൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ഇന്ന് ഈ വീട്ടിലൊരു ആഘോഷം നടക്കുന്നതിനാൽ ഇവിടെ ആരെയും കാണുന്നതിന് സാധിക്കില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. അയാളുടെ മുഖത്തുനിന്ന് സന്തോഷം മാഞ്ഞുപോയി. മുഖം താഴ്ന്നു. അയാൾ കുറച്ചു നേരം എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഒടുവിൽ സലാം പറഞ്ഞ് പുറത്തേക്ക് പോയി. എനിക്ക് കുറച്ച് സങ്കടം തോന്നി. ഞാൻ അയാളെ തിരികെ വിളിച്ചാലോ എന്ന് ആലോചിച്ചു. പക്ഷേ അയാൾ സ്വന്തം മനസ്സാലെ തന്നെ തിരികെ വരുന്നുണ്ടായിരുന്നു.
അയാൾ എൻ്റെ നന്നേ അടുത്തെത്തി ഒരു പൊതി നീട്ടിക്കാണിച്ചുകൊണ്ട്, ഞാനിതാ ചെറിയ കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ഇതാ കുട്ടിക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാനത് വാങ്ങി അയാൾക്ക് പണം കൊടുക്കുവാനായി ഭാവിച്ചു. അപ്പോൾ അയാൾ എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. നിങ്ങൾ വളരെ ദയാലു തന്നെ. എന്നെ നിങ്ങൾ മറക്കാതിരുന്നാൽ മതി. എനിക്ക് പണം തരരുത്. നിങ്ങൾക്ക് ഓമനയായൊരു പെൺകുട്ടിയുണ്ട്. എനിക്കും അവളെപ്പോലെ തന്നെ ഒരു കുട്ടി എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ മിനിയെ കാണുമ്പോൾ അവളെ ഓർക്കുന്നു. ആ ഓർമ്മയോടു കൂടിയാണ് ഞാൻ മിനിക്ക് ഇടയ്ക്ക് വല്ലതും കൊടുക്കുന്നത്. അല്ലാതെ എനിക്ക് അതുകൊണ്ടൊരു ലാഭമുണ്ടാക്കാൻ വേണ്ടിയല്ല എന്നിങ്ങനെ അയാൾ എന്നോട് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് അയാൾ അഴുക്ക് പുരണ്ട അഴിഞ്ഞ ഉടുപ്പിൻ്റെ അകത്തുനിന്ന് ഒരു ചെളി പിടിച്ച ചെറിയ കടലാസ് പൊതി പുറത്തേക്കെടുത്തു. വളരെ സൂക്ഷ്മതയോടുകൂടി അയാൾ അത് കെട്ടഴിച്ച് 2 കൈകൊണ്ടും കൂടി അതിലുണ്ടായിരുന്നൊരു കടലാസ് എടുത്ത് എൻ്റെ മേശപ്പുറത്ത് വെച്ചു. അതിൽ ഒരു കുട്ടിയുടെ കൈപ്പടത്തിൻ്റെ ഛായ ഉണ്ടായിരുന്നു. ഛായാപടമല്ല, ചിത്രം വരച്ചതുമല്ല. കയ്യിൽ മഷി പുരട്ടി കടലാസിൽ പതിച്ചതായിരുന്നു ആ ചിത്രം. അത് അയാളുടെ പുത്രിയുടേതായിരുന്നു. ഈ കാലമെല്ലാം ഇത് കൈവശത്തിലുണ്ടായിരുന്നു. കൊല്ലം തോറും കൽക്കട്ടയിൽ വന്ന് സാമാനങ്ങൾ വിറ്റ് നടക്കുമ്പോഴെല്ലാം ഈ കടലാസ് അയാൾ അയാളുടെ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ നയനങ്ങളിൽ താനെ അശ്രുക്കൾ നിറഞ്ഞു. അയാൾ ദരിദ്രനായൊരു കാബൂൽക്കാരൻ പിച്ച കച്ചവടക്കാരനാണെന്ന കഥ തന്നെ ഞാൻ തൽക്കാലം മറന്നു. എന്നാൽ ഞാനോ? ഇല്ല, ഒന്നുമില്ല. എനിക്കെന്താ അയാളെക്കാളൊരു വിശേഷം? അയാളും എന്നെപ്പോലെ ഒരു അച്ഛനായിരുന്നു. ദൂരെ കാബൂളിൽ കിടക്കുന്ന അയാളുടെ ചെറിയ പുത്രിയുടെ കൈപ്പടത്തിൻ്റെ ആ ഛായ എൻ്റെ മിനിയുടെ കാര്യത്തെ എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവന്നു. ഞാൻ അവൾക്കൊരാളെ അയച്ച് അന്തപുരത്തിൽ നിന്ന് അവളെ പുറത്തേക്ക് വരുത്തി. ഒരുപാട് ആളുകൾ ആവുന്ന വിധമെല്ലാം അതിന് തടസ്സം പറഞ്ഞു. ഞാനതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അവൾ, എൻ്റെ മിനി, ചുവന്ന പട്ടുടുത്ത് കല്യാണവേഷം ധരിച്ച് യൗവനയുക്തയായ വധുവിനെ പോലെ അലങ്കരിച്ച് ലജ്ജാവിവശതയായി എൻ്റെ അടുത്തു വന്ന് നിന്നു. ആ വേഷം കണ്ട് കാബൂളിവാല പരിഭ്രമിച്ചു. കുറച്ചൊന്ന് സ്തംഭിച്ചു നിന്നുപോയി. അയാൾക്ക് അവളുമായുള്ള പഴയ ചങ്ങാത്തവും കൂട്ടുകെട്ടും വീണ്ടും പുതുക്കുവാൻ ഇനി സാധിക്കുകയില്ല. ഒടുവിൽ അല്പം ചിലച്ചും കൊണ്ട്, ആട്ടെ കുട്ടി, നീ നിന്റെ ഭർത്താവിൻ്റെ പിതൃഗൃഹത്തിലേക്ക് പോവുകയാണോ എന്ന് കാബൂളിവാല മിനിയോട് ചോദിച്ചു. ആ വാക്കുകളുടെ അർത്ഥം ഇപ്പോൾ അവൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. പണ്ടത്തെ പോലെ ഇന്ന് മറുപടി പറയുവാൻ അവൾക്ക് നിർവാഹമില്ല. ചോദ്യം കേട്ടപ്പോൾ അവളുടെ മുഖം ചുമന്നു. മുഖം താഴ്ത്തി അവൾ അയാളുടെ മുമ്പിൽ ചിന്താമഗ്നയായി നിന്നു. കാബൂളിവാലയും മിനിയും തമ്മിൽ ഒന്നാമതായി കണ്ടെത്തിയ അവസരത്തെ ഞാനപ്പോൾ ഓർത്തു. എനിക്ക് വിഷമം തോന്നി. മിനി വീണ്ടും അന്തപുരത്തിലേക്ക് പോയപ്പോൾ കാബൂളിവാല പരിതാപജനകമായൊരു ദീർഘനിശ്വാസത്തോടു കൂടി അവിടെ തന്നെ നിലത്ത് പെട്ടെന്നിരുന്നു. ഈ കാലത്തിനിടയ്ക്ക് അയാളുടെ മകളും ഇതുപോലെ വളർന്ന് പ്രായപൂർത്തി വന്നിട്ടുണ്ടാകുമെന്ന് അയാൾക്ക് ഓർമ്മ വന്നു. അയാൾ അവിടെ ചെന്നാൽ അച്ഛനും മകളും തമ്മിൽ അറിവില്ലെന്നും അന്യോന്യം വീണ്ടും പരിചയപ്പെടുത്തേണ്ടി വരുമെന്നും അയാൾ അനുമാനിച്ചു. തീർച്ചയായിട്ടും അയാളുടെ മകൾ ഇപ്പോൾ മുൻപുണ്ടായിരുന്ന പോലെ ആയിരിക്കില്ല. പ്രത്യേകിച്ചും ഈ 8 കൊല്ലത്തിനിടയ്ക്ക് അവൾക്ക് എന്തെല്ലാമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. വിവാഹവാദ്യം മുഴങ്ങി. ശരൽക്കാല സൂര്യൻ പ്രഭാപടലത്താൽ ആ പ്രദേശമെല്ലാം ശോഭനമാക്കി. പക്ഷെ കാബൂളിവാല കൽക്കട്ടയിലെ ആ ഇടവഴിയിലിരുന്ന് ദൂരെ കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ ഫലഭൂയിഷ്ഠതയില്ലാത്ത പർവ്വതനിരകളെ മനസ്സുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒരു ബാങ്ക് നോട്ട് എടുത്ത് അയാൾക്ക് കൊടുത്ത് ഇപ്രകാരം പറഞ്ഞു. താൻ വേഗം തൻ്റെ നാട്ടിലേക്ക് മടങ്ങി ദൂരെ കിടക്കുന്ന തൻ്റെ പുത്രിയുടെ സമീപത്തേക്ക് വേഗം ചെല്ലുക. നിങ്ങളുടെ സന്തോഷകരമായ ആ കൂടിക്കാഴ്ച എൻ്റെ കുട്ടിയുടെ ക്ഷേമാഭിവൃദ്ധിക്കു കാരണമായി തീരട്ടെ. ഈ സമ്മാനം കൊടുത്തത് കാരണം അന്നത്തെ കല്യാണ ചെലവിൽ പല ഭാഗവും എനിക്ക് വേണ്ടെന്ന് വെക്കേണ്ടതായും ചിലതെല്ലാം ചുരുക്കേണ്ടതായും വന്നു. ഉദ്ദേശിച്ച മാതിരി വിദ്യുച്ഛക്തി വിളക്കുകൾ ഞാൻ ഏർപ്പെടുത്തിയില്ല. പട്ടാളക്കാരുടെ ബാൻഡും വേണ്ടെന്ന് വെച്ചു. വീട്ടിലെ സ്ത്രീകൾക്കെല്ലാം വലിയ പരിഭവമായി. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വിവാഹം വിചാരിച്ചതിലധികം തൃപ്തികരവും മംഗളകരവുമായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ വളരെ ദൂരത്തുള്ളൊരു ഭവനത്തിൽ വളരെ കാലമായി അന്യോന്യം കാണാതിരിക്കുന്ന ഓമനയായൊരു കുട്ടിയും അവളുടെ സ്നേഹമുള്ള പിതാവും വീണ്ടും ഒന്നിച്ചു ചേരുവാൻ കാരണമായല്ലോ എന്ന വിചാരം എനിക്ക് ഞാൻ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനത്തെയും സംതൃപ്തിയെയും സന്തോഷത്തെയും തന്നു.